ഇതിനകത്ത് സനീഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന വിഷയം ചിലപ്പോൾ ഒരു 10,000 പേരോ പരമാവധി 1,00,000 പേരോ ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുമായിരിക്കും. പക്ഷെ തൊപ്പി പറയുന്ന കാര്യം മില്യൺ കണക്കിന് ആളുകളാണ് കാണുക. അതാണ് ആ രീതിയിലാണ് അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ കണ്ടൻറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്വഭാവം അതാണ്. നമ്മൾ തന്നെ ഇത് പുതിയ വരുമാന മാർഗം, ചെറുപ്പക്കാരുടെ പുതിയ അവർ കണ്ടെത്തുന്ന വരുമാന മാർഗത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ തൊപ്പിയെക്കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നിഹാദിനെക്കുറിച്ച് ഇതിന് മുമ്പ്. അപ്പോൾ വലിയ വരുമാനമാണ് ഇവരുണ്ടാക്കുന്നത്. അതിനൊന്നും ഈ പറഞ്ഞ വലിയ വരുമാനം ഉണ്ടാക്കുന്നത് ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല. അവർ ധാരാളം വ്യൂവേഴ്സിനെ ഉണ്ടാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണ്, ഇവരെങ്ങനെയാണ് ഈ വ്യൂവേഴ്സിനെ ഉണ്ടാക്കുന്നത്? ഇത് ഈ പറയുന്ന ടോക്സിക് മാസ്കുലിനിറ്റിയും സ്ത്രീവിരുദ്ധതയും ഒക്കെയാണ് ഇവർക്ക് പറയാനുള്ളത് എന്നുള്ളത്. ആ ചർച്ചയ്ക്ക് അന്നത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഞാൻ കൂടുതൽ ഇവരുടെ ഈ കണ്ടന്റ് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാണുന്നത്. കണ്ടപ്പോൾ മനസ്സിലായത് ഇതല്ലാതെ മറ്റൊന്നില്ല. അതല്ലാതെ പിന്നെ ഈ പറയുന്ന പോലെ ഡ്രഗ് ഗ്ലാമറൈസേഷൻ ഭയങ്കരമായിട്ട് അതിനെ ആ രീതിയിലാണ് അതിൻ്റെ അവതരണം. ഇതൊരു വളരെ നിസ്സാരവൽക്കരിച്ചത്. ഇവരുടെ ആരാണ് ഈ പ്രേക്ഷകരാരാണ്, ഇവർക്ക് ഫോളോ ചെയ്യുന്നവരാരാണ്, ഇവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നവരാരാണ്? ടീനേജേഴ്സാണ് ബഹുഭൂരിപക്ഷവും. ഇനി ഇവരെ പിൻപറ്റി കുറേ പേരുണ്ട് ഇതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ്ങും അല്ലാതെയൊക്കെ വരുന്ന ആളുകൾ. കാരണം തൊപ്പിയെക്കുറിച്ച് പറഞ്ഞ് അത് വേറെ വരുമാന മാർഗമാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ പരിപാടി ഇങ്ങനെ സമാന്തരമായി നടക്കുന്നു. ഇതിലേറ്റവും കൂടുതൽ വളരെ സാധാരണ എല്ലാ കുട്ടികളും അല്ല, അതും കൂടിയുണ്ട്. ഈ തൊപ്പിയുടെ ഒരു നമ്മളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ തൊപ്പിയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പം ലോകവ്യാപകമായി നോക്കിയാൽ ഇത്തരം സ്ട്രീമേഴ്സൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. ഇത്തരം അവർ കുറച്ച് തെറിയൊക്കെ പറയും. കാരണം ഈ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ സ്വഭാവം എന്നുള്ളത് ആ നിലയ്ക്ക് കൂടിയാണ് അവർ പ്രതിഫലിപ്പിക്കുക. അതുകൊണ്ട് കുറേ പേര് ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇവർ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള, അതായത് പോക്സോ കേസ് ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് അനുവദനീയമല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഇത് വളരെ ഏറ്റവും സാധാരണക്കാരായ ടീനേജേഴ്സിനെ വഴിതെറ്റിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ പോക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനെ മറ്റ് പലതുമായി ചേർത്ത് വെച്ചിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ഒരു ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ആ നിലയ്ക്കല്ല. ഇവർക്ക് അവരുടേതായ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അങ്ങനെ പല തിക്താനുഭവങ്ങളിലൂടെയൊക്കെ സ്ട്രീമിങ്ങിലേക്കൊക്കെ എത്തിയിട്ട് അവരവിടെ നിന്ന് വിജയിച്ച് രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാവാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. അതിനെല്ലാം അടച്ച് നമ്മൾ ആക്ഷേപിക്കുകയല്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് തീർച്ചയായും അന്വേഷണ വിധേയമാവേണ്ടതാണ്. മാത്രമല്ല ഈ പറഞ്ഞ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ടീനേജേഴ്സിനിടയിൽ ഇത്രയും കൂടുതൽ ചെലുത്തുന്നത് എങ്ങനെയാണ് ഇനി തുടർന്നങ്ങോട്ട് നമ്മുടെ പൊതുസമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാനാണ്. നമ്മൾ പലപ്പോഴും പറയും ഇത് വേറെ ഏതോ യൂണിവേഴ്സാണ്, ഇവന്മാരിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്, വേറെ ആരോ എന്നുള്ളതാണ് നമ്മൾ തള്ളിക്കളഞ്ഞതെങ്കിൽ അങ്ങനെയല്ല. അതാണ് ശരിക്കുള്ള യൂണിവേഴ്സ്, നമ്മളൊക്കെയാണ് പാരലൽ വേൾഡിൽ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയധികം വലിയൊരു ജനസമൂഹം ഇവരെ കേൾക്കുകയാണ്, പുതുതലമുറ ഇവരെ കേൾക്കുകയാണ്, ഇവരെ ഫോളോ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ലൈഫ്, ഇതാണ് ജീവിതം എന്ന മട്ടിൽ അവർ വിലയിരുത്തുകയാണ്. സമ്പാദിക്കാനുള്ള മാർഗം ഇത് എന്ന മട്ടിൽ മനസ്സിലാക്കുകയാണ്. അത് സമ്പാദിക്കാനുള്ള കുറുക്ക് വഴികൾ, പണം ഉണ്ടാക്കാനുള്ള കുറുക്ക് വഴികളൊക്കെ ഇവർ കണ്ടെത്തുന്നു എന്നുള്ളതിനെയൊന്നും ഒറ്റയടിക്ക് ഞാൻ വിമർശിക്കുന്നില്ല. ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്കോ ഒക്കെ അവരതിനെ ഡിസൈൻ ചെയ്തെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ. പക്ഷേ ഇത് ശരിയായ സംഗതിയല്ല ഇപ്പോൾ നടക്കുന്നത്. ആ കാര്യത്തിൽ നിയന്ത്രണം വേണം, ആ കാര്യത്തിൽ കർശനമായ ഇടപെടൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വേറൊരു കാര്യമുണ്ട്, സമാന്തരമായി ഉയരുന്ന വേറൊരു ചർച്ച, ഇതും സ്ക്രിപ്റ്റഡ് ആണ് ഈ കൂടെ പോയിരിക്കുന്നത്. കാരണം ഇത് എപ്പോഴും ഒരേ അളവിൽ ഇതിന് കയറ്റം മാത്രമല്ലോ, ചിലപ്പോൾ ഒരു ഡിപ്പുണ്ടാകുമ്പം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വേറൊരു സംഗതിയിലേക്ക് ഇവർ പോകും. അതായിരിക്കാം എന്നുള്ള ചർച്ചയും വരുന്നുണ്ട്. എന്തായാലും ഇത് അന്വേഷണം നിയന്ത്രിക്കണം.